ഭഗവാനെ കൃഷ്ണ എന്ന് വിളിക്കുന്ന വാക്കുകൊണ്ട് തന്നെ എടാ കൃഷ്ണ എന്നും വിളിക്കാം. മുഖം കണ്ടു കഴിഞ്ഞാൽ ശരിക്കും ഹനുമാന്റെ മുഖമായിട്ട് തോന്നും. നല്ല ബ്രാസിലുണ്ടാക്കി വെച്ച പോലെ. എന്തിനു താടി വളർത്തണം? ഇവിടുത്തെ അയ്യപ്പനെ കാണാൻ പോണ ഷേവ് ചെയ്തിട്ടാണ്, ശാസ്താംഗമില്ല. അപ്പോൾ പിന്നെന്താ? അടികൊണ്ട വേദന കാണിച്ചു തരാൻ പറ്റില്ലല്ലോ, പറയാനല്ലേ പറ്റൂ. അതുപോലെ തന്നെയാണ് ഭഗവാന്റെ സാന്നിധ്യവും കാണിച്ചു താന്ന് പറഞ്ഞാൽ നമുക്ക് പറയാനേ പറ്റൂ. സാന്നിധ്യം ഇവിടെ എല്ലാം ഉണ്ട് എന്ന് നമ്മൾ പറയുന്നു. ദൈവം എന്ന് പറയുന്നത് നമ്മുടെ അച്ഛനാണ്, അമ്മയാണ്, സഹോദരനാണ്, സഹോദരിയാണ്, നമ്മുടെ കൂട്ടുകാരനാണ്. ഇതുപോലെയൊന്ന് വേഷം കെട്ടി നടക്കണമെങ്കിൽ അവനും കൂടെ തോന്നണം. അതിനുള്ളൊരു തൊലിക്കെട്ടി ചിലപ്പോൾ ഉണ്ടാവില്ല ഇങ്ങനെയൊക്കെ നടക്കാനായിട്ട്. നന്ദമൂരി ബാലകൃഷ്ണ ഇപ്പൊ ഒരു പടത്തിന് ഇത് വെച്ചിട്ടുണ്ട്, അഖണ്ഡ. അപ്പൊ അവരെല്ലാം പറയണം ബാലയ്യ വെച്ചതാണ്, ബാലയ്യ വെച്ചതാണെന്നാണ് പറയുക. ബാലയ്യ വെച്ചത് ഇപ്പോഴാണ്, ഞാൻ വെച്ചത് ഇപ്പോൾ 8 വർഷത്തിന് മേലെയായി. സുരേഷ് ഭക്തനാണ്. ആ രീതിയിലുള്ള സംസാരങ്ങൾ ഉണ്ടാവാറുണ്ടോ? ഇല്ല, അങ്ങനെ സംസാരിക്കാറില്ല. ഞാൻ ഏതെങ്കിലും ക്ഷേത്രങ്ങളിൽ ഞാൻ പോയിട്ടില്ലാത്തടത്ത് പോകുമ്പോൾ അവിടെ എന്തെങ്കിലും പ്രാധാന്യമുള്ളതാണെങ്കിൽ സുരേഷിൻ്റെ അടുത്ത് പറയാറുണ്ട്, സുരേഷ് ആ ഭാഗത്ത് എവിടെയെങ്കിലും പോകുമ്പോൾ ഒന്ന് കയറണം കേട്ടോ എന്ന് പറയാറുണ്ട്. RSS എന്ന് പറയുന്നതെന്ന് പറഞ്ഞാൽ നല്ലൊരു ഡിസിപ്ലിൻഡ് ഒരു സംഘടനയാണത്. എനിക്കൊക്കെ കുറച്ച് അന്നത്തെ കാലത്ത് കുറച്ച് ഡിസിപ്ലിൻ വന്നതെങ്കിലും അതിൽ പോയിട്ടായിരിക്കണം. ജനത്തിനെ സേവിക്കണം എന്നുണ്ട്. അതിപ്പോൾ BJP-യുടെ പ്രവർത്തകനായിട്ട് തന്നെ വേണം നിർബന്ധമില്ലല്ലോ ജനത്തിനെ സേവിക്കാൻ. BJP എന്ന് പറഞ്ഞ ഒരു പൊളിറ്റിക്കൽ പാർട്ടിയായിട്ടുള്ളൊരു ഇൻഫ്ലുവൻസ് അങ്ങനെ അധികം ഇല്ല. ഇപ്പം അടുത്ത ജന്മം എന്താവണമെന്ന് ചോദിച്ചാലും ഒരു നടൻ തന്നെ ആവണമെന്നേ പറയും. Own your pride. Pride Diamond Collections by Joya Lucas, world's favorite jeweler. ആയുർവേദ മർമ്മ ചികിത്സയുടെ അവസാന വാക്ക്. ഓർത്തോ ന്യൂറോ രോഗചികിത്സയിൽ വർഷങ്ങളുടെ പാരമ്പര്യം. എടമനശ്ശേരി സ്പൈൻ ഹോസ്പിറ്റൽ പ്രൈവറ്റ് ലിമിറ്റഡ്, കോയമ്പത്തൂർ. ജീവിതത്തിലെ ഏത് ഘട്ടത്തില് ദൈവമേ എന്ന് വിളിക്കുന്ന സമയത്തോ അല്ലെങ്കിൽ ദൈവത്തെ വിചാരിക്കുന്നത് കൊണ്ടോ എനിക്കൊരു ആത്മവിശ്വാസം കൂടുതലുണ്ടായി, അല്ലെങ്കിൽ എൻ്റെ ഒരു ദുരിതം മാറി? പലപ്പോഴും അങ്ങനത്തെ ഒരു അവസ്ഥയിലൂടെയാണല്ലോ നമ്മൾ ദൈവത്തെ കൂടുതൽ ആശ്രയിക്കുകയൊക്കെ ചെയ്യുക. നമ്മൾ ഒരു വിഷമഘട്ടം ഉണ്ടായപ്പോൾ അത് കടക്കാൻ എന്തോ ഒരു ശക്തി വന്ന് നമ്മളെ സഹായിച്ചു. അങ്ങനെ അങ്ങനത്തെ ഒരു തോന്നലും എനിക്ക് വന്നിട്ടില്ല. കാര്യം കൊച്ചിലെ മുതലേ ഇങ്ങനെ വിളിക്കുന്നതുകൊണ്ട് വന്നിട്ടില്ല. സമയം മോശമായപ്പോഴും ഭഗവാനെ വിളിക്കുന്നുണ്ട്, സമയം നന്നായപ്പോഴും വിളിക്കുന്നുണ്ട്. പിന്നെ എല്ലാ അമ്പലങ്ങളിലും എപ്പോഴാണ് പോകണമെന്ന് ചോദിച്ചാൽ ഞാൻ ഈ നേരത്തെ പറയണ പോലെ ഈ വിഷമം തോന്നി ആ ഒരു ഘട്ടത്തിൽ കൂടെ ഞാൻ അങ്ങനെയല്ല പോകണം. എനിക്ക് വിഷമം തോന്നി ഞാൻ പോകാറില്ല. വിഷമം തോന്നി അമ്പലങ്ങളിലേ പോകാറില്ല. സന്തോഷം വരുമ്പോഴാണ് ഞാൻ പോകുന്നത്. കാര്യം ഇങ്ങനെ ഒരു അവസരം എനിക്ക് കൊണ്ട് തന്നു, അപ്പം ഞാൻ പോയി കാണണം. മറ്റത് തരാതിരിക്കുമ്പോൾ ഞാൻ എന്തിനാണ്? അങ്ങനെ തോന്നും. മനുഷ്യനല്ലേ. നമ്മൾ പറയുമല്ലോ, ദൈവം എന്ന് പറയുന്നത് നമ്മുടെ അച്ഛനാണ്, അമ്മയാണ്, സഹോദരനാണ്, സഹോദരിയാണ്, നമ്മുടെ കൂട്ടുകാരനാണ്. അതുകൊണ്ടല്ലേ എടാ കൃഷ്ണ എന്ന് നമുക്ക് വിളിക്കാം. ഭഗവാനെ കൃഷ്ണ എന്ന് വിളിക്കുന്ന വാക്കുകൊണ്ട് തന്നെ എടാ കൃഷ്ണ എന്നും വിളിക്കാം. അത് ഭക്തി കൂടുന്നതനുസരിച്ച് നമ്മൾ എന്ത് വിളിച്ചാലും അവർ കേൾക്കുന്നതാണ്. നമ്മൾ എന്ത് പറഞ്ഞാലും അവർ കേൾക്കും. ഭക്തി കൂടുന്നതനുസരിച്ചാണ്. ഇപ്പോൾ ദിവസവും പായസം കൊടുത്തോളണമെന്നില്ല, പൂ കൊടുക്കാം. പൂ ഇല്ലെങ്കിൽ ഇല പോലും പറിച്ചു വയ്ക്കാമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. രാമായണത്തിൽ ശ്രീരാമൻ പറഞ്ഞിട്ടുള്ളത്. ഒന്നും ഇല്ലെങ്കിലും ഒരു ഇലയെങ്കിലും എടുത്ത് വെച്ചിട്ട് പ്രാർത്ഥിച്ചാൽ മതി. അവർക്ക് അതിൻ്റെ എസൻസ് കിട്ടിയാൽ മതി. അല്ലാതെ ഇന്നത് തന്നെ. ഈ മാറുന്ന കാലഘട്ടത്ത് കുട്ടികൾ, പുതിയ ജനസി കുട്ടികൾ ഈ സയന്റിഫിക് ടെമ്പറൊക്കെ വെച്ചിട്ട് ഈശ്വരവിശ്വാസത്തിന്റെ ഒരു അന്തസത്തൊക്കെ എടുത്ത് പരിശോധിക്കുന്നുണ്ട്. അല്ലെങ്കിൽ എന്താ പറയുക, നിരീശ്വരവാദത്തിലേക്ക് കുറെ കുട്ടികൾ മാറുന്നുണ്ട്. സെക്കുലർ ആവുന്ന ആളുകളുണ്ട്. അതായത് ഇത് എല്ലാ മതങ്ങളെയും ബഹുമാനിക്കുന്നു, എന്നാൽ ഒന്നിലും വിശ്വാസമില്ല, ഡിറ്റാച്ച്ഡ് ആയി നിൽക്കുന്നുണ്ട്. അങ്ങനത്തെ ഒരു പോകെ പോകെ അങ്ങനെയുള്ള സംഘടനകളൊക്കെ ഒരുപാട് വളർന്നു വരുന്നുണ്ട്. ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം പോലത്തെ ഉള്ള ഗ്രൂപ്പുകളിലൊക്കെ തന്നെ എന്തിനാണ് നമ്മൾ സയൻസിനെ വിശ്വസിച്ചാൽ മതി എന്നുള്ള ആലോചനകളൊക്കെ വരുന്നുണ്ട്. ഇതൊക്കെ കാണാറുണ്ടോ, ഒബ്സർവ് ചെയ്യാറുണ്ടോ? അതിനെങ്ങനെയാണ് നോക്കി കാണുന്നത്? സയൻസ് എന്ന് പറഞ്ഞാൽ ഈ ഭക്തി എന്ന് പറഞ്ഞു തരുന്ന പലതും സയൻസ് തന്നെയല്ലേ. എല്ലാം സയൻസ് തന്നെയല്ലേ. ഇപ്പം ശബരിമലയിൽ പോകാനായിട്ട് നമ്മൾ കറുത്ത വേഷവും താടിയും മുടിയും വളരെ ഇത് അയ്യപ്പൻ പറഞ്ഞിട്ടില്ല അത് വേണമെന്നുള്ളത്. അതെന്തുകൊണ്ടാണ് അങ്ങനെ വന്നത്? കാരണവന്മാർ പറഞ്ഞു വന്നത് 41 ദിവസം വ്രതം. അത് വ്രതം എടുത്ത് വരുമ്പോഴത്തേക്ക് പറഞ്ഞാൽ ഫ്രൂട്ട്സ്, അന്നൊക്കെ പാലും ഫ്രൂട്ട്സും ഒക്കെ മാത്രമേ കഴിക്കാവുള്ളൂ എന്ന് പറയും പണ്ട്. അങ്ങനെ ആകുമ്പോൾ ബോഡി കൂൾ ഡൗൺ ചെയ്യും. കാര്യം മീറ്റോ ഒന്നും നമ്മൾ കഴിക്കണില്ല. ബോഡി ഇത്രയും നാൾ കൊണ്ട് കൂൾ ഡൗൺ ചെയ്യും. ഇപ്പം താടിയും മുടിയും വളർത്തുമ്പോൾ 41 ദിവസം ഇവിടെ കവറാവും. അന്നത്തെ കാലത്ത് ആ മഞ്ഞിൽ നടക്കുമ്പോൾ മഫ്ലർ ചുറ്റി പോകുന്നതിൻ്റെ അതേ എഫക്റ്റ് ആയിരിക്കും മുടി കവർ ചെയ്യുമ്പോൾ. കറുത്തത് നീലയും ഡ്രസ്സ് ഇടുമ്പോൾ മൃഗങ്ങൾ കാണില്ല, അവരുടെ കാഴ്ച കുറയും. ചന്ദനവും ഭസ്മവും പനിനീരും പുരട്ടിയിട്ടാണ് പോകണം. നമ്മുടെ ചോരയുടെ മണം ഈ പുലിക്കോ കരടിക്കോ ഒന്നും കിട്ടൂല. ഇതൊക്കെ സയന്റിഫിക് ആയിട്ടുള്ളതല്ലേ. ഇങ്ങനെ ചെയ്തു പോകണം എന്ന് പറഞ്ഞ് തരുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട എന്താണ്? അപ്പം അന്നുള്ളവർ ഇതൊക്കെ മനസ്സിലാക്കിയിരുന്നല്ലേ എന്നാണ്. ഇപ്പോൾ ഉള്ളവർക്ക് അത് മനസ്സിലാവുന്നുണ്ടോ?
ഇല്ല. എന്തിന് താടി വളർത്തണം? നമ്മൾ ഷേവ് ചെയ്തിട്ടല്ലേ ഇവിടുത്തെ അമ്പലത്തിലൊക്കെ പോകുന്നത്. ഇവിടുത്തെ അയ്യപ്പനെ കാണാൻ പോണ ഷേവ് ചെയ്തിട്ടാണ്, ശാസ്താംകോവിലിൽ. അപ്പോൾ പിന്നെന്താ? ഓക്കെ, ഓക്കെ, ഓക്കെ. ഇതൊക്കെ എങ്ങനെയാ? മറ്റേ അമ്മൂമ്മയൊക്കെ പറഞ്ഞു തന്നിട്ടുള്ള അറിവാണോ അതോ ഇത് വായിച്ച് അമ്മമ്മ മനസ്സിലാക്കിയത്? പറഞ്ഞു തന്നതല്ല, ഇത് എനിക്ക് എങ്ങനെയോ തോന്നി വന്നതാണ്. അതിന് മുമ്പ് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ, ഉം. അതോ എവിടെയെങ്കിലും പറഞ്ഞ് കേട്ടിട്ടുണ്ടോ എന്നും എനിക്ക് ഓർമ്മയില്ല. പക്ഷേ ഞാനത് മനസ്സിലാക്കിയത് അങ്ങനെയാണ്. ഉം. ഓക്കെ, 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 ഓക്കെ. അവിടെ ചെല്ലുമ്പോഴേ എഴുതി വെച്ചിരിക്കുന്ന തത്വമസി എന്ന് പറയുമ്പോഴത്തേക്ക് ഞാൻ നീയാണ്, അല്ലെങ്കിൽ നീ തന്നെയാണ് ഞാൻ എന്ന് പറഞ്ഞ് എഴുതി വെച്ചിരിക്കുകയല്ലേ അവിടെ. അപ്പം അയ്യപ്പ എന്ന് വിളിക്കുകയല്ലേ നമ്മൾ, ഭഗവാനെ അയ്യപ്പ എന്ന് വിളിക്കണില്ല, ഇപ്പൊ പേരാ വിളിക്കുന്നത്. അപ്പൊ അവിശ്വാസിയായിട്ടുള്ള ഒരാളെ സുഹൃത്താക്കാൻ പറ്റുമോ ചേട്ടന്? പിന്നെന്താ? അല്ല, ഇത് പ്രശ്നമൊന്നുമില്ല അല്ലേ? ആ, എന്ത് പ്രശ്നം? അയാൾ ഇല്ലാന്ന് വിശ്വസിക്കുന്നു, ഞാൻ ഉണ്ടെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, ഓക്കെ. ഇപ്പം കാണിച്ച് തരുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒറ്റ സംഗതിയെ ചെയ്യാൻ പറ്റുള്ളൂ നമുക്ക്, ചീട്ടത്തൊരൊറ്റ അടി കൊടുക്കുക. അയ്യോ, ഞാൻ ചോദിച്ചു എന്തു പറ്റി? വേദന എടുക്കണമെന്ന് പറയും. ഒന്ന് കാണിച്ചു തന്നേന്ന് പറഞ്ഞാൽ കാണിച്ചു തരാൻ പറ്റുമോ? അടി കൊണ്ട വേദന കാണിച്ചു തരാൻ പറ്റില്ലല്ലോ, പറയാനല്ലേ പറ്റൂ. അതുപോലെ തന്നെയാണ് ഭഗവാന്റെ സാന്നിധ്യവും കാണിച്ചു താന്ന് പറഞ്ഞാൽ നമുക്ക് പറയാനേ പറ്റൂ. സാന്നിധ്യം ഇവിടെ എല്ലാം ഉണ്ട് എന്ന് നമ്മൾ പറയുന്നത്. എന്തോ ഒരു ശക്തിയുണ്ട്, ഉം. അതിനെയാണ് ഭഗവാൻ നമ്മൾ ആരാധിക്കുന്നത്. ഒരു ശക്തിയുണ്ട്. എങ്ങനെയാ ഈ പൂജാ കർമ്മങ്ങളും അല്ലെങ്കിൽ പ്രാർത്ഥനകളൊക്കെ ഒരു ദിവസത്തിലുണ്ടാവുക എന്ന് പറഞ്ഞാൽ കേട്ടെ. പൂജാകർമ്മങ്ങൾ എന്ന് പറഞ്ഞാൽ ഞാൻ 2-3 സഹസ്രനാമങ്ങൾ ജപിക്കുന്ന ആളാണ്. ഏതൊക്കെയാ ലളിത? വിഷ്ണു സഹസ്രനാമം ജപിക്കാറുണ്ട്, ഭദ്രകാളി സഹസ്രനാമം ജപിക്കാറുണ്ട്, ലളിത സഹസ്രനാമം ജപിക്കാറുണ്ട്, ഹനുമാന്റെ ചാലീസ ജപിക്കാറുണ്ട്. കാര്യം എൻ്റെ ഗുരുനാഥൻ എന്ന് പറയുന്നത് ചെങ്കോട്ടുകോണം സ്വാമിയാണ്, അറിയോ? സത്യാനന്ദ സരസ്വതി. യെസ്, യെസ്, യെസ്. അവിടെ രാമദാസ് ആശ്രമമാണ്. അപ്പോൾ ഹി വാസ് എ ലിവിങ് ഹനുമാൻ. രാമദാസ ഹനുമാൻ തന്നെ ആയിരുന്നു ജീവിച്ചിരിക്കുമ്പോൾ. അങ്ങനത്തെ ഒരു ഇതും കൂടെ ഉണ്ട്. അപ്പോൾ ആ സമയം നമ്മൾ അദ്ദേഹത്തിൻ്റെ ആരാധനയൊക്കെ കാണുമ്പോൾ 10-600 രൂപയുടെ കർപ്പൂരമൊക്കെ അന്നിട്ട് കത്തിച്ചിട്ട് ഇങ്ങനെ പിടിക്കുന്നത്, താടിയും മുടിയൊക്കെ ഇങ്ങനെ കത്തി നിൽക്കണമല്ലോ ഫീൽ ചെയ്യും. മുഖം കണ്ടു കഴിഞ്ഞാൽ ശരിക്കും ഹനുമാന്റെ മുഖമായിട്ട് തോന്നും, നല്ല ബ്രാസിലുണ്ടാക്കി വെച്ച പോലെ ഇരിക്കും ആ സമയമൊക്കെ സ്വാമിജിയുടെ. തെളിവല്ലേ? ഇതാണ് നിമിത്തം എന്ന് പറയുന്നത്. അസ്ട്രോളജിയിലൊക്കെ നിമിത്ത ശാസ്ത്രം എന്ന് പറയും. അതാണ് ഈ കേട്ടത്, കുട്ടപ്പെട്ടെന്നൊരു ശബ്ദം, നിമിത്ത ശാസ്ത്ര. അപ്പോൾ അതെങ്ങനെ തെറ്റാണെന്ന് പറയാമോ നിമിത്ത ശാസ്ത്രം? ഇല്ല. അപ്പം എല്ലാം കണക്റ്റഡാണ്. വിശ്വാസമില്ലാത്ത ഒരാൾ ഒരു കാലത്ത് അയാൾ വിശ്വസിക്കും എപ്പോഴെങ്കിലും. അയാളുടെ പ്രാണൻ പോകുന്നതിന് മുമ്പെങ്കിലും ഒരു പ്രാവശ്യമെങ്കിലും ഭഗവാനെ എന്ന് വിളിച്ചിരിക്കും. കാര്യം ഇപ്പോൾ പഴയ ഒരു മന്ത്രിയോ ഒക്കെ ഇപ്പോൾ രാമായണത്തിനെ കുറിച്ച് പറയുന്നുണ്ട്. പിന്നെ പണ്ട് നക്സൽ ഇതൊക്കെ ആയിട്ട് നടന്ന വ്യക്തി ഇപ്പോൾ ദിവസവും അമ്പലത്തിൽ പോകുന്നുണ്ട്, കുറിയിട്ട് നടക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ള ഒരുപാട് പേരെ എനിക്കറിയാം. അപ്പോൾ ഒരു സമയത്തെങ്കിലും അവരത് വിളിക്കും. എവിടെയൊക്കെ പോയാലും നമ്മളിപ്പോൾ വീട്ടിൽ വളർന്നു വരുന്ന സമയത്ത് എവിടെയൊക്കെ കറങ്ങി തിരിഞ്ഞു പോയാലും 1 ദിവസം 2 ദിവസം 3 ദിവസം അല്ലെങ്കിൽ ഒരാഴ്ച പോയാലും അവസാനം ഓടി ആ വീട്ടിൽ തന്നെ വരൂലേ? ഈ സോഷ്യൽ മീഡിയയിൽ പ്രത്യേകിച്ച് ഈ രണ്ടാം വരവിൽ ഏറ്റവും അധികം ആളുകൾ ചർച്ച ചെയ്യുന്നത് ഈ സുരേഷ് ഗോപിസ്വാമിയാണ്. നമുക്കറിയാം, ബന്ധുവാണ്, ഒരേ കുടുംബത്തിൽ നിന്ന് വരുന്നവരാണ്. അപ്പോൾ അതുകൊണ്ടുള്ള ഈ ഫിസിക്കൽ സാമ്യങ്ങളൊക്കെ ഉണ്ടാവും. അതല്ലാതെ ഉള്ള സാമ്യങ്ങളുണ്ടല്ലോ, അതായത് എത്രമാത്രം ഭക്ഷണത്തിനോട്, ഭക്തിയോട്, മക്കൾ സ്നേഹത്തിനോടൊക്കെ ആ വിധത്തിൽ സുരേഷ് ഭക്തനാണ്, ആ നല്ല ഭക്തനാണ്. ആ രീതിയിലുള്ള സംസാരങ്ങൾ ഉണ്ടാവാറുണ്ടോ? ഇല്ല, അങ്ങനെ സംസാരിക്കാറില്ല. ഞാൻ ഏതെങ്കിലും നല്ല ഏതെങ്കിലും ക്ഷേത്രങ്ങളിൽ ഞാൻ പോയിട്ടില്ലാത്തടത്ത് പോകുമ്പോൾ അവിടെ എന്തെങ്കിലും പ്രാധാന്യമുള്ളതാണെങ്കിൽ സുരേഷിൻ്റെ അടുത്ത് പറയാറുണ്ട്, സുരേഷ് ആ ഭാഗത്ത് എവിടെയെങ്കിലും പോകുമ്പോൾ ഒന്ന് കയറണം കേട്ടോ എന്ന് പറയാറുണ്ട്. അപ്പോൾ ആ സമയം കിട്ടുകയാണെങ്കിൽ പുള്ളി ചെയ്യുകയും ചെയ്യും. ഓക്കെ, ഓക്കെ. കാരണം വെച്ചാൽ അങ്ങനെ ഉള്ളവരോടല്ലേ അത് പറയേണ്ട കാര്യമുള്ളൂ. ഇപ്പോൾ നേരത്തെ പറഞ്ഞില്ലേ, ഒരു സുഹൃത്ത് ഈശ്വര വിശ്വാസം ഇല്ല ഉണ്ടെന്ന് പറഞ്ഞാൽ ഞാൻ ഇന്നൊരു അമ്പലത്തിൽ പോയി നീ ഒന്ന് കയറിക്കോ എന്ന് പറഞ്ഞാൽ തെറ്റല്ലേ? അത് നല്ലൊരു ജസ്റ്ററാണ്. അല്ലേ? അപ്പോൾ അവനോട് ഞാൻ അത് പറയാൻ പാടില്ല. അവനോട് ഞാൻ പറഞ്ഞ് ഇന്ന അമ്പലത്തിൽ പോയിട്ട് വന്ന് എന്താ ലേറ്റായി വാ നമുക്ക് ചായ കുടിക്കാം എന്ന് പറഞ്ഞിട്ട് അപ്പുറത്തെ ഹോട്ടലിൽ പോയാൽ മതി, വേറെ പ്രശ്നമൊന്നുമില്ല. സോഷ്യൽ മീഡിയയിൽ മൊത്തം അത് ചർച്ച ചെയ്യുന്നു. കുറെ പേര് പറയുന്നു സുരേഷ് ഗോപിയെ പോലെ ഉണ്ടെന്ന്, കുറെ പേര് സുരേഷ് ഗോപിയെ പറയുന്നു പോലെ എന്ന് പറയണതിൽ അർത്ഥമില്ല. കാരണം എന്നെ പോലെ ഇതേ ചായയിൽ ഞാൻ കണ്ടിട്ടുണ്ട്. കാര്യം വേറൊരാളെ ഞാൻ ഒരു പെട്ടെന്ന് ഇങ്ങനെ നോക്കുമ്പോൾ ഞാനാ ഇങ്ങനെ തോന്നണ വരുന്നുണ്ട്. നോക്കുമ്പോൾ അത് പണ്ട് എൻ്റെ കൂടെ പഠിച്ച ഒരാൾ തന്നെ, ഷാജി. ഓ ഓ ഓ ഓ ഓ ഓ. ചെറുപ്പത്തിൽ, ഇപ്പോഴല്ല, സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് നല്ല ചായയായിരുന്നു. പിൽക്കാലത്ത് അത് മാറിപ്പോയി. അപ്പൊ അങ്ങനെ വരാം. ഒരാളെ പോലെ 7 പേരുണ്ടെന്നല്ലേ പറയുന്നത്. കുറെ പേര് വരുന്നു മറ്റേ നന്ദപുരി ബാലകൃഷ്ണനെ പോലെ ഉണ്ടെന്ന്. നന്ദമൂരി ബാലകൃഷ്ണ ഇപ്പൊ ഒരു പടത്തിന് ഇത് വെച്ചിട്ടുണ്ട്. അഖണ്ഡ. അപ്പൊ അവരെല്ലാം പറയണം ബാലയ്യ വെച്ചതാണ്, ബാലയ്യ വെച്ചതാണെന്നാണ് പറയുന്നത്. ബാലയ്യ വെച്ചത് ഇപ്പോഴാണ്, ഞാൻ വെച്ചത് ഇപ്പോൾ 8 വർഷത്തിന് മേലെയായി.
ആ. കൊറോണയ്ക്ക് ആ സമയത്ത് വെച്ചതാണ്. പിന്നെ ശരിക്ക് പറഞ്ഞാൽ ഇങ്ങനത്തെ ഒരു പാറ്റേൺ എന്ന് പറഞ്ഞാൽ ബാപ്പുട്ടിക്ക എന്നൊരാളുണ്ടായിരുന്നു, അറിയോ? ഇല്ല. പഴയ ലിസ എന്നൊക്കെയുള്ള ആ, ആ. പടത്തിന്റെ പ്രൊഡ്യൂസറായിരുന്നു, പാർട്ട്ണർ. ഓക്കെ, ഓക്കെ, അവർ 3 ഓക്കെ. പ്രൊഡ്യൂസേഴ്സ് ഈ ആയിരുന്നു. ലിസ വീണ്ടും ലിസ ആ സെറ്റ് പഴയ അല്ലേ? ലിസ. ആ, ആ. യെസ്, യെസ്, യെസ്. അപ്പോൾ അതിന്റെ പ്രൊഡ്യൂസർ അദ്ദേഹം വെച്ചിരുന്നെന്ന് പറഞ്ഞാൽ ഇവിടം വരെയാണ് അദ്ദേഹത്തിന്റെ കൃതാവ് ഉണ്ടാവുക. അത് ഓക്കെ. വെള്ളയാ, ആ. മീശ കറുപ്പിച്ചിങ്ങനെ വെച്ചേക്കും, ഓക്കെ, മുടിയും ഓക്കെ. കറുപ്പായിരിക്കും. അന്ന് ആ പുള്ളിയുടെ ഒരു സ്റ്റൈൽ അതായിരുന്നു. അതിനെ ഞാൻ എക്സ്റ്റെൻഡ് ചെയ്ത് താടിയാക്കിയെന്നേ ഉള്ളൂ. അപ്പൊ ഓക്കെ. ഇത് എന്റെ സ്റ്റൈലായി. ആ, ആ, അത് ആ. ബാലയ്യയുടെ ഒന്നുമല്ല, അത് എന്റെ തന്നെയാണ്. അത് പ്രചോദനം ബാപ്പുട്ടിക്കാണ്. എപ്പോഴെങ്കിലേ ഇപ്പൊ പറഞ്ഞ പോലെ ഒരു നായകനായിട്ടുണ്ട് ഇപ്പൊ സിനിമകളിൽ. പക്ഷെ നിരന്തരമായിട്ട് നായക നടനാവുന്ന സിനിമകൾ കിട്ടിയില്ല. ഒരു സൂപ്പർ സ്റ്റാർ ആവാൻ പറ്റിയില്ല. അങ്ങനെയുള്ള നഷ്ടബോധങ്ങൾ അലട്ടിയിട്ടുണ്ടോ എപ്പോഴെങ്കിലും? വേണ്ട വിധത്തിൽ എന്നെ ഉപയോഗിച്ചിട്ടില്ല സിനിമ ഇല്ല, അങ്ങനെ? ഞാൻ അന്ന് ഒരു ഇന്റർവ്യൂവിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ആ. ഏതിലും ഒന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. കാര്യം അന്ന് എനിക്ക് വില്ലനാവാൻ കൂടുതൽ താല്പര്യം എന്ന് പറഞ്ഞിട്ടുണ്ട്, വില്ലനാവണം. ഉം. എന്തോ അന്ന് അങ്ങനെയാണ് തോന്നിയിരുന്നത്. അത് ചിലപ്പോൾ എനിക്ക് തോന്നുന്നത് നമ്മളെപ്പോഴും പറയും ഒരു ആൻറ്റി ഹീറോ ലൈനിലൊക്കെ നടന്നിരുന്ന കൊണ്ടാണോ എന്ന് എനിക്കൊരു ഡൗട്ടുണ്ട്. ഉം. പണ്ടൊരു ചെറിയൊരു അങ്ങനെ ആയിരുന്നു. ട്രിവാൻഡ്രം ഭാഷയിൽ പറയുകയായിരുന്നെങ്കിൽ കോളേജിൽ പഠിക്കുന്ന ചെറിയ മുട എന്ന് വേണമെങ്കിൽ പറയാം. ബുള്ളറ്റ് ഉണ്ടായിരുന്നു അന്ന്. ആ. ഡെനിം ജാക്കറ്റും ഫസ്റ്റ് ഡേയ്സ് ഫസ്റ്റ് ഡേയ്സിലേക്ക് ഡെനിം പോകുമ്പോഴേ ജാക്കറ്റും ബുള്ളറ്റ് ഡെനിം ഉണ്ട്. ജീൻസ് ഒക്കെ ഇട്ടിട്ടായിരുന്നു ആ. നടന്നിരുന്നതെന്ന് കേട്ടിട്ടുണ്ട്. ഹിന്ദി സിനിമയുടെ പ്രാന്തനാണ്. ആ. അപ്പോൾ എല്ലാ വെള്ളിയാഴ്ചയും ശ്രീകുമാറിൽ ഹിന്ദി സിനിമ വരും, അപ്പുറത്ത് ഒരു ഇംഗ്ലീഷ് വരും വൈശാഖിൽ. എന്താ പറയുക, മിനി തിയേറ്ററിൽ. ഉം. അപ്പോൾ ഇത് രണ്ടും കാണുക, എന്നിട്ട് ഇതിനനുസരിച്ചുള്ള ഡ്രസ്സ് അടുത്ത ആഴ്ച തയ്ക്കുക. ഇതൊക്കെയായിരുന്നു പരിപാടി. മുട്ടിൻ്റെ ഇവിടം വരെയുള്ള ബൂട്ട് ഉണ്ടാക്കുക. ഉം. അന്ന് ഉം. മുട്ടിൻ്റെ ഇവിടം വരെയുള്ള ബൂട്ട് ഇവിടെ ഒന്നും കിട്ടില്ല, ബോംബെയിലും എല്ലാം പോകണം. അപ്പോൾ ഇവിടെ വഴുതക്കാട് ഒരു കടയുണ്ട്, ഉം. വഴുതക്കാട് ഇറങ്ങി വരുന്നിടത്ത് 2-3 ബ്രദേഴ്സ് നടത്തുന്നതാണ്. അവിടെ ചെന്ന് കഴിഞ്ഞാൽ അവർ ഇതുവരെയുള്ള ഉണ്ടാക്കി തരുമായിരുന്നു, ഇങ്ങനെ സിബ് ഇടുന്നു. അപ്പോൾ ഓക്കെ, ഓക്കെ, ഓക്കെ. ജീൻസ് ഇട്ടിട്ട് അതിൻ്റെ അകത്തോട്ടിട്ട് സിബ് ഇങ്ങനെ ഇടുക. ഓ. എന്നിട്ട് കൈയില്ലാത്ത ബനിയാന്ന് വെച്ചാൽ മറ്റേ ഈ അടിച്ച് പെരുക്കി വെച്ചിരിക്കുന്നതുകൊണ്ട് കൈ പുറത്ത് കാണിക്കണ്ടേ. ആ. അപ്പോൾ ആ കൈയില്ലാത്ത ബനിയനിടും, എന്നിട്ട് ജാക്കറ്റ് ഊരി ഇങ്ങനെ തോളി പിടിച്ചേക്കും. അതൊക്കെ ഹിന്ദി സിനിമയുടെ ഭ്രാന്ത് തോന്നിയിട്ട് ചെയ്തത്. ഇപ്പൊ ഈ യുവജനോത്സവത്തിൽ തന്നെ ഞാൻ പറഞ്ഞ ആ ഷോട്ടിൽ കാണിക്കുന്നത് ഈ ലെഗ് റൈസ് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണല്ലോ നിലത്ത് കിടന്നിട്ട്. അന്ന് കാലത്ത് ബോഡിക്കും അല്ലെങ്കിൽ എക്സസൈസ് റുട്ടീനൊക്കെ എത്രമാത്രം പ്രാധാന്യം കൊടുത്തിരുന്നു? ഞാൻ ശരിക്ക് പറയുകയാണെങ്കിൽ എല്ലാവരും പറയുകയാണ് വീര കേരള ജിങ്കാനയിൽ പോയിരുന്നു എന്നൊക്കെയാണ് പറഞ്ഞത്. അവിടെ പോയിരുന്ന മോഹൻലാലാണ് റെസ്ലിങ്ങിന് പോയത്, ആ, ആ. ബോഡി ബിൽഡിങ്ങിനല്ല, റെസ്ലിങ്ങിന് പോയിട്ടുണ്ട്. ഞാൻ ശരിക്ക് പറഞ്ഞാൽ ജിമ്മിൽ പോയിട്ടില്ല. ഞങ്ങളുടെ ഫ്രണ്ട്സ് എല്ലാം കൂടെ ഒരു ഗ്രൂപ്പ്, ഞങ്ങളൊരു 10-12 പേരുണ്ട്, ആ. വഞ്ചൂര് ഗ്രൂപ്പുണ്ട് ഋഷിമംഗല. ഞങ്ങൾ ഒരുമിച്ച് ഷെയർ ചെയ്ത് വെയിറ്റ്സ് എടുത്തിട്ട് ഞങ്ങൾ തന്നെ ചെയ്തുകൊണ്ടിരുന്നതാണ്, അല്ല ജിമ്മിലൊന്നും പോയതൊന്നുമില്ല. ഓ, ഓ, അതിൻ്റെ ഓ. കുറച്ച് വെയിറ്റൊക്കെയാണ് ഇപ്പോഴും കയ്യിലുള്ള ഡംബലും ഒക്കെ. ഡംബൽസൊക്കെ പോകുമ്പോഴും കൊണ്ടു നടക്കും. ആ, ആ. ഇപ്പം പിന്നെ അങ്ങനെ ചെയ്യാറില്ല. കാര്യം എന്ന് വെച്ചാൽ മിക്കവാറും നമ്മൾ ഈ തന്തവേഷമായില്ലേ, ഇനിയിപ്പോൾ എന്തിനാണെന്നൊരു തോന്നൽ എങ്ങനെ വരും. മറ്റത് കൈയൊക്കെ ഒന്ന് പിടപ്പിച്ച് നിർത്തണം. ഇപ്പോൾ SIയുടെ ഒക്കെ ഒരു വേഷം വന്നു കഴിഞ്ഞാൽ അത് വേണം. അപ്പോൾ ആ ഒരു സാധനം ഉണ്ടായിരുന്നു. ഇപ്പം അത് ഓക്കെ, അങ്ങനെ ഓക്കെ, ഒരു സംഭവം ഓക്കെ, ഓക്കെ. തോന്നാറില്ല. അതുകൊണ്ട് അധികം അങ്ങനെ എടുക്കാറില്ല. ജിമ്മിലേ പോയിട്ടില്ല അപ്പൊ ഇതുവരെ? ജിമ്മിൽ ഞാൻ പോയിട്ടില്ല. ഓ, അത് അത്ഭുതമാണല്ലോ. എല്ലാവരും പറയുന്നത് എന്നെ വീരകേരളയെ കണ്ടിട്ടുണ്ടെന്ന് പറയുന്നു, അവിടെ പോയിട്ടുള്ളവരുമൊക്കെ. ഉം, 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 ഉം. ഞങ്ങൾ ഋഷിമംഗലത്ത് ഒരു വീട്, നൂപുരാന്നൊരു വീടുണ്ട് അവിടെ, ആ. ഋഷിമംഗലം. അതിൻ്റെ ടെറസിൽ, 2ാമത്തെ നിലയുടെ മുകളിൽ ടെറസിൽ ഇതിട്ടിട്ടുണ്ട്. അവിടെയാണ് ഞങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരുന്നത്. അവിടെ പ്രദീപ് തമ്പി എന്നൊക്കെ പറഞ്ഞ പഴയ ബാച്ച് ഉണ്ടായിരുന്നു. ഉം, 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 ഉം. മോഹൻ, പ്രദീപ് തമ്പി, ഗോപാലകൃഷ്ണൻ. അപ്പോൾ ഞങ്ങളൊക്കെ അവിടെ തന്നെയാണ് ചെയ്തിരുന്നത്. RSS കാലഘട്ടവും പ്രവർത്തിച്ച ആ ചെറിയ കാലഘട്ടം ഉണ്ടല്ലോ, ആ കാലഘട്ടം കുറച്ചുകൂടി മെയ് വഴക്കവും കുറച്ചുകൂടി ഡിസിപ്ലിനും ലൈഫിൽ ആഡ് ചെയ്തു, അങ്ങനെ തോന്നിയിട്ടുണ്ടോ? മെയ് വഴക്കം എന്ന് പറഞ്ഞാൽ കുറച്ച് കളരി പോയിട്ടുണ്ട് ഞാൻ. ആ. കളരി പഠിക്കാനായിട്ട് പോയിട്ടുണ്ട് കുറച്ച്. കാരണം ഇവിടെ മിക്കവാറും വരുമ്പോഴത്തേക്കും മറ്റേ ഇതുണ്ടല്ലോ, ദണ്ഡ, ഉം. അത് കറക്കുന്നതൊക്കെ വരും. നമുക്ക് കുറച്ചുകൂടെ തന്നെ കൈയൊക്കെ വളഞ്ഞു വരാനും ഉം. ശരീരം മെയ് വഴക്കത്തിനൊക്കെ ആയിട്ട് കളരിയിലൊക്കെ പോയിരുന്നു. അപ്പോൾ അതിൻ്റെ കുറേ ഇതുണ്ട്, അതിൻ്റെ കുറേ ഇൻഫ്ലുവൻസ് ഉണ്ടാകൊണ്ടാണ് അയിത്തത്തിൽ ഒരു വടിത്തല്ല് ഡൂപ്പില്ലാതെ ഞാനെല്ലാവരും ചെയ്തേക്കണത്. ഉം, ഉം, ഉം. ആ വടിത്തല്ല് ഒറ്റ ഷോട്ടിലൊക്കെ ലെങ്തി ഷോട്ട്സ് ഉണ്ട്, അതിൽ കറങ്ങി ഇങ്ങനെ അടിച്ചടിച്ചൊക്കെ പോകുന്നത്. അത് ഡൂപ്പില്ലാതെ ചെയ്ത രണ്ടുപേരും. RSS പ്രവർത്തിച്ച ആ ഒരു കാലഘട്ടം, അതിനുശേഷവും അങ്ങോട്ടേക്ക് ഒരു സ്വയം സേവക പ്രവർത്തകനായിട്ട് തന്നെ എപ്പോഴും കാണുന്നതെന്ന് ഫീൽ ചെയ്തിട്ടുണ്ട്. പലപ്പോഴും യൂട്യൂബ് ചാനലിലെ പല വീഡിയോസൊക്കെ കാണുമ്പോൾ ഇപ്പോഴും RSS എന്നുള്ള സംഘടനയെ ഹൃദയത്തോട് ചേർത്ത് നിർത്തുന്നുണ്ടോ സന്തോഷമായിട്ടും? RSS എന്ന് പറയുന്നതെന്ന് പറഞ്ഞാൽ നല്ലൊരു ഡിസിപ്ലിൻഡ് ഒരു സംഘടനയാണത്. ഉം, ഉം. ചിലപ്പോൾ എനിക്കൊക്കെ കുറച്ച് അന്നത്തെ കാലത്ത് കുറച്ച് ഡിസിപ്ലിൻ വന്നതെങ്കിലും അതിൽ പോയിട്ടായിരിക്കണം, ഉം. അല്ലെങ്കിൽ ഒരിക്കലും വരാൻ സാധ്യതയില്ല. എന്ന് വെച്ചാൽ അച്ഛൻ പുറത്തായിരുന്നു, ആഫ്രിക്കയിലായിരുന്നു.
ഇവിടെ ഗ്രാൻഡ് പാരൻസിൻ്റെ കൂടെയാണ്. അപ്പോൾ അങ്ങനെയൊക്കെ വിലസുന്ന ഒരു കാലമാണ്. പിന്നെ ഫ്രണ്ട്സൊക്കെ പഴയ മന്ത്രിപുത്രന്മാരൊക്കെ ആയിരുന്നു. ഉം, 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 ഉം. അപ്പോൾ അങ്ങനെയൊക്കെ കുറേ സംഗതിയുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഡിസിപ്ലിൻ കുറേ വന്നത് ഈ ശാഖയായിട്ട് ബന്ധപ്പെട്ടിട്ട് തന്നെയാണ്. അപ്പോൾ നമുക്ക് പലതും ചെയ്യാനുള്ളൊരു ഇതുണ്ടായിരുന്നില്ല. ഉം, ചെയ്യില്ല, ഉം, ഉം. സിഗരറ്റ് വലിക്കില്ല, അങ്ങനെയൊക്കെ ആയിരുന്നു. ഓക്കെ, ഓക്കെ, ഓക്കെ. അതൊക്കെ ഉണ്ടായിരുന്നു അന്ന്. പിന്നെ ഇപ്പൊ ഏത് കാലഘട്ടത്താ ഒറ്റ ഇരിപ്പിന് 44 പെഗ്ഗൊക്കെ അടിച്ചിരുന്ന ആ കാലഘട്ടം? സിനിമയിൽ വന്ന ആദ്യ കാലഘട്ടം ഉണ്ടല്ലോ, ആ, ഇനീഷ്യൽ 85, ഡേയ്സ്. 86, 87 കാലഘട്ടത്തിലാണ് അതങ്ങനെയൊക്കെ ഉണ്ടായിരുന്നത്. എന്ന് വെച്ചാൽ അന്ന് ഈ വെറുതെ രാവിലെ മുതൽ ഇങ്ങനെ ഒഴിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടമാണ്. കാരണം വെച്ചാൽ റൂമിൽ പോക്കില്ല, വീട്ടിൽ പോക്കില്ല, ഒന്നുമില്ലല്ലോ. അന്നിങ്ങനെ ഷൂട്ടിങ്ങിന് പോയി 10 ദിവസം ചോദിച്ചാൽ നമ്മൾ 4 ദിവസം വർക്കേ ഉള്ളെങ്കിൽ 6 ദിവസം കൂടെ നമ്മളവിടെ കാണും. അന്നത്തെ ഇതങ്ങനെയാണ്. ഇന്നങ്ങനെയല്ല. ഉം. നാളെ വർക്കില്ല എന്ന് പറഞ്ഞാൽ ഇന്ന് വൈകിട്ട് വണ്ടിയുടെ സ്ഥലം വിടില്ല അവര്. മറ്റന്നാളത്തെ പേര് ഓക്കെ. എപ്പോഴാ എന്നിട്ട് പിന്നെ ആരോഗ്യത്തെ പറ്റി ചിന്ത വേണം, ഇത്രയും മദ്യപിക്കാൻ പാടില്ല, അങ്ങനെ ഒരു വീണ്ടും വിചാരം എപ്പോഴാ തോന്നിയത്? നമുക്ക് ദിവസവും എന്തെങ്കിലും ഒരു സാധനം ചെയ്തുകൊണ്ടിരിക്കുമ്പോഴത്തെ കുറച്ച് കഴിയുമ്പോൾ നമുക്ക് തന്നെ ഒരു തോന്നൽ വരും. ഒരു മടുപ്പ്. വാട്ട് നെക്സ്റ്റ് ഓക്കെ. എന്നൊരു തോന്നൽ വരും. അപ്പോൾ എൻ്റെ അടുത്ത് എൻ്റെ അമ്മാവനുണ്ട്. അമ്മാവൻ എന്ന് പറഞ്ഞാൽ എൻ്റെ അച്ഛൻ്റെ പെങ്ങളുടെ ഭർത്താവാണ്. കോട്ടയത്തിരുന്ന അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു, കുഞ്ഞെ നീ ഒരു ജന്മത്തിന് മേലുള്ള കുടിച്ചിട്ടുണ്ട്, ഇനി നീ കഴിക്കരുതെന്ന് പറഞ്ഞു. ഒരു കാര്യം സാധിച്ചു തരുമോ എന്ന് ചോദിച്ചു ആദ്യം. ഞാൻ പറഞ്ഞു യെസ്. ഉം. ഞാൻ വാക്ക് കൊടുത്താൽ ഞാൻ മാറാറില്ല, ഉം. വാക്ക് പാലിച്ചിരിക്കും. ഇപ്പം എന്ത് സംഭവിച്ചാലും ആ വാക്ക് പാലിക്കും. അതുകൊണ്ടാണ് ഇന്നിപ്പോൾ ഇൻ്റർവ്യൂവിന് ഇവിടെ ഇരിക്കുന്നത്. ഉം. ഇല്ലെങ്കിൽ ഇന്ന് ഞാൻ മടിച്ചിരുന്നാണ്, ഇന്നലെ ലേറ്റ് ആയതുകൊണ്ട് ഒരുപാട്. അപ്പോൾ വാക്ക് കൊടുത്താൽ അത് പാലിക്കുക. അങ്ങനെ പാലിച്ചു. കഴിഞ്ഞ 10, 35 വർഷമായിട്ട് നിർത്തി വെച്ചു. ഇടയ്ക്ക് വല്ലപ്പോഴൊക്കെ വൈനോ എന്തെങ്കിലുമൊക്കെ കഴിയും. ഈ സിനിമയില് എത്തിയത് കൊണ്ട് അല്ലെങ്കിൽ സിനിമാ താരമായതുകൊണ്ട് പലപ്പോഴും സിനിമയുടെ അപ്പുറത്തേക്ക് ഒരു രാഷ്ട്രീയ പ്രവർത്തനം കൂടി ഇപ്പോൾ അതൊരു ട്രെൻഡായി വരുന്നുണ്ടല്ലോ. എപ്പോഴും ഒരു നിയമസഭാ ഇലക്ഷനോ അല്ലെങ്കിൽ ഒരു ലോക്സഭാ ഇലക്ഷൻ വരുമ്പോൾ പലപ്പോഴും സിനിമാ താരങ്ങൾ കൂടി രാഷ്ട്രീയത്തിലേക്ക് കൊണ്ടുവരാൻ. ഇപ്പോൾ ഈ ആർഎസ്എസ് പിൻബലം കൂടി ഉള്ളത് കൊണ്ട് ചോദിച്ചോട്ടെ, എപ്പോഴെങ്കിലും BJPയുടെ ഒരു സ്ഥാനാർത്ഥിയായിട്ട് ഉയർന്നു വന്നുകൊണ്ട് ഇലക്ഷൻ മത്സരിക്കണം, ജനങ്ങളെ സേവിക്കണം, അങ്ങനെ ഒരു ചിന്ത മനസ്സിലുണ്ടായിട്ടുണ്ടോ? ജനത്തിനെ സേവിക്കണം എന്നുണ്ട്. അതിപ്പോൾ BJPയുടെ പ്രവർത്തകനായിട്ട് തന്നെ വേണം നിർബന്ധമില്ലല്ലോ അതില്ല, ജനത്തിനെ അതില്ല. സേവിക്കാൻ. BJPയുടെ പ്രവർത്തകനായിട്ട് തന്നെ വേണമെന്നില്ല. അപ്പോൾ അതുകൊണ്ട് അങ്ങനൊരിത് വന്നില്ല. ഞാൻ ആദ്യം ഇപ്പോൾ 16-ലോ 14-ലെങ്ങാണ്ടൊക്കെ എന്നെ ചില ഫ്രണ്ട്സ് വിളിച്ചതുകൊണ്ട് ഞാൻ പോയിട്ടുണ്ട്, പ്രസംഗിക്കാനും ഒക്കെ ആയിട്ട് പോയിട്ടുണ്ട്. പിൽക്കാലത്ത് ഞാൻ പോയിട്ടില്ല. പിന്നെ എപ്പോഴെങ്കിലും ആരെങ്കിലും വീഡിയോ ചോദിച്ചാൽ ഇട്ട് കൊടുക്കുമായിരുന്നു. അത് പലരും ചോദിക്കുന്നത് ഇവരാ ചോദിക്കുന്നത്, മറ്റവർ ചോദിക്കണില്ല. കാരണം ഞാൻ ആദ്യത്തെ പടത്തിൽ വന്നപ്പോഴേ കുറിയും കഴുത്തിൽ ചരടും ഒക്കെ ആയിട്ടാണ് വന്നത്. ഇപ്പം ഇവനതാണ് എന്ന് പറഞ്ഞാൽ അതിലെന്താ ഈ അർത്ഥം എന്ന് ചോദിക്കുന്നത്. പക്ഷെ എനിക്ക് മാർക്സിസ്റ്റ് പാർട്ടിയിൽ ഒരുപാട് സുഹൃത്തുക്കളുണ്ട്, കോൺഗ്രസ്സിൽ സുഹൃത്തുക്കൾ ഒരുപാടുണ്ട്. അവരുടെ പല പ്രോഗ്രാമിനും ഞാൻ പോകാറുണ്ട്. ഇപ്പം മറ്റേ വിഷുവാണി ബന്നൊക്കെ പറഞ്ഞ് നടക്കും ഗുരുവായൂരൊക്കെ. അവിടെ മറ്റേ ഈ കണ്ണാണശ്ശേരി ഭാഗത്ത് അവിടുത്തെ പഞ്ചായത്ത് പ്രസിഡന്റ് നടക്കുമ്പോഴത്തേക്ക് ഈ ദിവസം മാർക്സിസ്റ്റ് പാർട്ടിയുടെ ആളല്ലേ ഭരിക്കണം. എന്നെ വിളിച്ചിട്ട് ഞാൻ പോയിരുന്നില്ല. അതിൻ്റെ ഉദ്ഘാടനം ഞാനാണ് ചെയ്തത്. ഇപ്പോഴല്ല, കഴിഞ്ഞ ഒരു 3 ഇയേഴ്സോ 4 ഇയേഴ്സ് ബാക്കോ 5 ഇയേഴ്സ് ബാക്ക് അത് ചെയ്ത് ഞാൻ. അപ്പം അങ്ങനത്തെ ഒരു സംഭവമുണ്ട്. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം സംഘം എന്നുള്ളത് ഞാൻ പോയിരുന്നു, എനിക്ക് വിശ്വാസമുള്ളൊരു സംഘടനയാണ് എന്നുള്ളൊരു സംഭവം വേറെയാണ് സംഘം. അത് ഓക്കെ. ബാക്കി BJP എന്ന് പറഞ്ഞൊരു പൊളിറ്റിക്കൽ പാർട്ടിയായിട്ടുള്ളൊരു ഇൻഫ്ലുവൻസ് അങ്ങനെ അധികം ഇല്ല. സുഹൃത്തുക്കൾ വിളിച്ചാൽ പോവും, അത്രേ ഉള്ളൂ. അതുപോലെ ഇപ്പോൾ കോൺഗ്രസ്സുകാർ വിളിച്ചാലും ഞാൻ പോവും, മാർക്സിസ്റ്റുകാരും വിളിച്ചാലും പോവും. പലപ്പോഴും ഈ സോഷ്യൽ മീഡിയയിലെ അത്ര സ്നേഹത്തോടു കൂടിയിട്ടൊന്നുമല്ല, ഒന്ന് ഇകഴ്ത്താനോ അല്ലെങ്കിൽ ഒന്ന് കളിയാക്കാനൊക്കെ വേണ്ടിയിട്ട് ഈ രീതിയിൽ ഈ പറഞ്ഞ പോലെ കുറച്ച് കുറിയിട്ടിട്ടോ അല്ലെങ്കിൽ മാലയിട്ടോ നടക്കുന്ന ആളെ സംഘി എന്ന് കളിയാക്കി വിളിക്കുന്നൊരു രീതിയുണ്ട്. ഇത് കാണുമ്പോൾ ചൊടിക്കാറുണ്ടോ, ദേഷ്യം വരാറുണ്ടോ? ഇല്ല, ഞാൻ ഇപ്പൊ വന്നിട്ടുള്ള ഒരുപാട് റീൽ വന്നല്ലോ, മിക്കവാറും എൻ്റെ അടിയിൽ നോക്കിയാൽ മൊത്തം തെറിയ. ഞാനത് വായിച്ചിട്ട് ചിരിച്ചോണ്ടിരിക്കും. എന്നിട്ട് തിരിഞ്ഞ എൻ്റെ കൗണ്ടർ ഞാൻ പറയും, ടൈപ്പ് ചെയ്യില്ല. ഞാൻ ഇനി ടൈപ്പ് ചെയ്തിട്ടാണ് ആദ്യം പിടിച്ച് കയറാൻ. എന്തിനാ അതിന് പോണത്? അവനെന്നെ അതോടുകൂടി വിടുന്നു. ഇതിൻ്റെ പ്രധാന കാരണം എന്ന് പറഞ്ഞാൽ ഇതുപോലെയൊന്ന് വേഷം കെട്ടി നടക്കണമെങ്കിൽ അവനും കൂടെ തോന്നണം. അതിനുള്ളൊരു തൊലിക്കെട്ടി ചിലപ്പോൾ ഉണ്ടാവില്ല ഇങ്ങനെയൊക്കെ നടക്കാനായിട്ട്. എനിക്ക് ആഭരണങ്ങൾ ഇഷ്ടമാണ്, ഞാൻ ഇടുന്നുണ്ട്. വസ്ത്രം ഇത് ഞാൻ 31 വർഷമായിട്ട് എൻ്റെ പാറ്റേൺ ഇതാണ്, മുണ്ടും. ഇടയ്ക്ക് ഗുരുവായൂർ താമസമാക്കിയപ്പോൾ തൊട്ട് അവിടെ ഡെയിലി അമ്പലത്തിൽ പോകും. അപ്പം അങ്ങനെ വന്നപ്പോൾ മുണ്ട് ഒരുപാട് വേണ്ടി വന്നതുകൊണ്ട് പാൻറ്റിൽ നിന്ന് അങ്ങ് മാറിപ്പോയതാണ്. പിന്നെ എല്ലാവരും ഇത് ചേരുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ അങ്ങനെയായി. പിന്നെ ഇവർ പറയാൻ പ്രധാന കാരണം എന്ന് പറഞ്ഞാൽ ഈ കുറി ഓരോടത്ത് പോരുമ്പോൾ ചില ക്ഷേത്രങ്ങളിൽ പോകുമ്പോഴത്തേക്ക് പല പല കുറികൾ വരും, അതിടും. അത് പിന്നെ അതൊരു സ്റ്റൈലായിട്ട് എടുത്തുപോയി. എല്ലാവരും ഒന്നല്ല ഇടുന്നത്, എൻ്റെ 3-4 കിടന്നോട്ടെ എന്നൊരു തോന്നൽ വരും. പിന്നെ ഓരോരുത്തർ പറയുന്നത്
പ്രസംഗിക്കുന്ന ഒരുപാട് പ്രസംഗങ്ങൾ പുറത്തു വരും. ഉം, ഉം, ഉം. ഏറ്റവും കൂടുതൽ എന്നെ വിളിച്ചിട്ടുള്ള ക്ഷേത്രങ്ങളാണ്. ഓക്കെ. അപ്പോൾ ക്ഷേത്രങ്ങളിൽ പോയി പ്രസംഗിക്കും ഉത്സവ സീസണിലൊക്കെ. ഞാൻ 200 ചില്ലുവാനും ക്ഷേത്രങ്ങളിൽ പോയ വർഷം ഉണ്ടായിരുന്നു. 2012 8 12 എന്താ 12 ഉം. അപ്പം അങ്ങനത്തെ ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായിട്ട് ഇയാൾ ഇത് മാത്രമാണ് പറയണത് എന്നുള്ളവർ. അപ്പോൾ ക്ഷേത്രങ്ങളിൽ വച്ചിരിക്കുന്നത് സാംസ്കാരിക സമ്മേളനം എന്ന് പറഞ്ഞാൽ വച്ചിരിക്കുന്നത്. ഉം, yes, അത് എല്ലാ മതസ്ഥരും ഉണ്ടാവും താനും. അങ്ങനത്തെ സ്റ്റേജുകളിലാണ് ആ പ്രസംഗിക്കുന്നത്. പക്ഷെ അത് ഇവർ പറയില്ല. ഏതെങ്കിലും അറ്റവും മുറി എടുത്തിട്ടില്ലേ സംസാരിക്കുള്ളൂ എല്ലാം. ഉം. പിന്നെ ആരെന്ത് പറഞ്ഞാലും നേരത്തെ ഈ പറഞ്ഞ പോലെ കുറച്ച് മുടയുള്ളതുകൊണ്ട് മൈൻഡ് ചെയ്യാറില്ല. നിലവിലിപ്പോ ഞാൻ നോക്കുമ്പോൾ എല്ലാ വിരലുകളിലും മോതിരങ്ങൾ, ഒരുപാട് മാലകൾ, ഇതൊക്കെ മെയിൻറ്റെയിൻ ചെയ്യുക എളുപ്പമാണോ? ഇല്ല, ഇതിൽ വേറെ മെയിൻ്റെനൻസ് ആവശ്യമില്ലല്ലോ. ഒരിക്കൽ ഉണ്ടാക്കിയിട്ടാ ആ, വാഷ് ചെയ്താൽ പോരെ ഇടയ്ക്ക്. വേറെ മെയിൻ്റെനൻസ് അതിന് വേണ്ട. പിന്നെ ഉള്ളത് ഈ കൈ കിടക്കുന്ന ചരടാണ്. ആ, അതിപ്പം നമ്മളൊരു ക്ഷേത്രത്തിൽ നിന്ന് ഒരു ചരട് വാങ്ങിച്ചാൽ ആ. അത് 41 ദിവസം വരെ അതിൻ്റെ ആയുസുള്ളൂ. ആയുസുള്ളൂ എന്നാ പറയുക. അത് കഴിഞ്ഞാൽ അത് മാറ്റണം. ഓക്കെ, ഓക്കെ, ഓക്കെ. പിന്നെ ചിലത് അതിൽ കിടക്കുമ്പോൾ നിറങ്ങൾ കാണുമ്പോഴത്തേക്ക് അകടന്നോട്ടെ എന്നൊരു തോന്നലും വരും. ഏതൊക്കെ അമ്പലത്തിലുണ്ട് ഇപ്പോ? തമിഴ്നാട്ടിലെ പച്ചയമ്മൻ്റെ അവിടെയുണ്ട്, ആ, മാങ്കോട്ടുകാവുണ്ട്, വല്ലശനയുണ്ട്, എല്ലായിടത്തേക്കും കാണും. ഞാൻ ഏത് അമ്പലത്തിൽ പോയാലും ജപിച്ച് കെട്ടാറുണ്ട്. ഓക്കെ, ഓക്കെ. ഈ പലപ്പോഴും ഈ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം വളരെയധികം ഹൃദയം നുറുങ്ങിയ ഒരു വർഷമാണ് 2018. ഈ ശബരിമല യുവതി പ്രവേശനം എന്നൊക്കെ പറയുന്നുണ്ട്. ആ സമയത്ത് ഒരുപാട് സോഷ്യൽ മീഡിയയിലൊക്കെ സജീവമായിട്ട് നിലനിന്ന ഒരാളും കൂടിയാണ്. ഞാൻ പിന്നെ Yes, തെറ്റ് കണ്ട പറയണം. അതിപ്പോൾ ആര് ചെയ്താൽ അത് അന്നത്തെ ഇടതുപക്ഷ സർക്കാർ ചെയ്ത ഏറ്റവും വലിയൊരു ആ തെറ്റായിരുന്നു. തെറ്റായിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതിപ്പോഴും തെറ്റായിട്ട് തന്നെയാണ് വിശ്വസിക്കുന്നത്. ചെയ്തിരിക്കുന്നത് തെറ്റ് തന്നെയാണ്. ആചാരം ലംഘിച്ചു എന്നുള്ളത് തെറ്റ് തന്നെയാണ്. അതല്ലെന്ന് ഞാൻ പറയില്ല. അത് തെറ്റ് തന്നെയാണ്. ഇപ്പൊ അതിനു വേണ്ടി സമരം ചെയ്യാൻ പോയത് മറ്റേ വായിക്കാത്ത പാക്കിട്ട് അവിടെ തുപ്പിയത് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അത് ഇടതുപക്ഷമല്ലല്ലോ തുപ്പിയത് ഇവിടെ. അതെ, 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 അതെ. അതും ഞാൻ പറഞ്ഞു. ഓക്കെ, ഓക്കെ. അപ്പൊ എന്നെ ഏത് പാർട്ടി എന്ന് പറയണം? ഞാൻ മനുഷ്യന്റെ പാർട്ടിയാണ്, അത്രേ ഉള്ളൂ. കാരണം എനിക്കിപ്പം ഒരു സംഘടന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന ആള് ചെയ്തതുകൊണ്ട് ശരിയാണെന്ന് ഞാൻ പറയൂല. ഓക്കെ, ഓക്കെ. കാരണം എൻ്റെ അമ്മാവൻ മജിസ്ട്രേറ്റായിരുന്നു, ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റായിട്ടാണ് റിട്ടയർ ചെയ്തത്. ഇദ്ദേഹം എൻ്റെ ഗ്രാൻഡ് ഫാദർ ക്രിമിനൽ ലോയറും ആയിരുന്നു, ഇവിടുത്തെ ലീഡിങ് ലോയറായിരുന്നു. പ്രതിയം കൊണ്ട് വീട്ടിൽ ചെന്നപ്പോൾ എൻ്റെ അമ്മാവൻ പറഞ്ഞൊരു വാക്കെന്തോന്ന്, അച്ഛൻ പ്രതിയം കൊണ്ട് വന്നാണെങ്കിൽ ചേംബറിൽ വന്നാൽ മതി എന്നാണ് പറഞ്ഞത്. അപ്പം അങ്ങനത്തെ ഒരു അമ്മാവൻ്റെ അനന്തരവനും കൂടെയാണ് ഞാൻ. അപ്പം സ്വാഭാവികമായിട്ട് വീട്ടിൽ ഒരാൾ കുറ്റം ചെയ്താലും കുറ്റം തന്നെ പറയുള്ളൂ. അതിനെ മാറ്റി വയ്ക്കില്ല. ഇനി എന്തൊക്കെയാ വരാനിരിക്കുന്ന സിനിമകൾ, എന്തൊക്കെയാ പ്രതീക്ഷകൾ? പ്രതീക്ഷകൾ എന്ന് പറഞ്ഞാൽ ഇപ്പം എല്ലാവരും കൊള്ളാം എന്ന് പറയുന്നു. ഡിഫറെൻറ്റ് മേക്കപ്പാണ്, ഡിഫറെൻ്റായിട്ട് ചെയ്തിട്ടുണ്ട്, പഴയ ബലം പിടുത്തമില്ല ഇതൊക്കെ പറയുന്നുണ്ട്. അതുകൊണ്ട് ഇനി ഓരോന്ന് വന്നാൽ ചെയ്യണം. കാര്യം ഒരു ആർട്ടിസ്റ്റ് എന്നുള്ള നിലയ്ക്ക് മരിക്കുന്നവരെയും മേക്കപ്പ് ഇടണം, ചെയ്യണം എന്ന് തന്നെയാണ് നമ്മൾ വിചാരിക്കുക. ഞാനെന്നല്ല, എല്ലാ ആർട്ടിസ്റ്റിൻ്റെയും മനസ്സിലതായിരിക്കും. അപ്പോൾ ഇതിൽ ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട്, എല്ലാം ഉണ്ട്. ഇപ്പം അടുത്ത ജന്മം എന്താവണമെന്ന് ചോദിച്ചാലും ഒരു നടൻ തന്നെ ആവണമെന്നേ പറയും. അത്രേ പറയും. ആ ഒരു പോപ്പുലാരിറ്റി വേറെ ഇതിനുണ്ട്. വളരെ ആക്സിഡന്റലായി രംഗത്തേക്ക് വന്ന ആളാണ്. ആണ്, ആക്സിഡൻ്റ് ആയിട്ട് വന്നു. ഇല്ലെങ്കിൽ ഞാൻ ഇന്നിപ്പം SP ആയിട്ട് റിട്ടയർ ചെയ്തിട്ടുണ്ടാവും. അല്ലെങ്കിൽ അത് വല്ലാത്തൊരു ആഗ്രഹമാണ്. അങ്ങനെ ഒരു ആഗ്രഹ നടനായി ഇനിയും നിലനിൽക്കട്ടെ, സിനിമകൾ വരട്ടെ, മോഹിനിയാട്ടം പുതിയൊരു തുടക്കമാവട്ടെ. നേരത്തിന് ഒരുപാട് നന്ദി. നമസ്കാരം. നമസ്കാരം. താങ്ക് യു. ആയുർവേദ മർമ്മ ചികിത്സയുടെ അവസാന വാക്ക്. ഓർത്തോ ന്യൂറോ രോഗചികിത്സയിൽ വർഷങ്ങളുടെ പാരമ്പര്യം. എടമനശ്ശേരി സ്പൈൻ ഹോസ്പിറ്റൽ പ്രൈവറ്റ് ലിമിറ്റഡ്, കോയമ്പത്തൂർ. Own your pride. Pride Diamond Collections by Joya Lucas, world's favorite jeweler.